മഴയായപ്പോഴേക്കും ഇതിന്റെ ഡേഞ്ചർ സാധ്യത കൂടിയിട്ടുണ്ട്. കുത്തനെയുള്ള കയറ്റമുണ്ടോ? ചെറിയ വഴിയാണല്ലേ, വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് കെസ്വിക്കിനടുത്തുള്ള ബ്ലങ്കാത്ര എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൈൻ സബ്മിറ്റ് ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് രാത്രി വൈൽഡ് ക്യാമ്പിംഗ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അതാണ് വലിയ ബാഗൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. യെസ്, പക്ഷേ നമ്മളിപ്പോൾ ട്രെയിലിൽ നിന്ന് തുടങ്ങിയിട്ടൊരു കുറച്ചായിട്ടുള്ളൂ. ബിഗിനിങ് തന്നെ നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള കയറ്റമാണ്. തുടങ്ങുന്നതിന് മുന്നേ ബ്ലങ്കാത്ര ഒന്നും കണ്ടിട്ടേ ഇല്ല, അപ്പോഴേ മുതലേ കുത്തനെയുള്ള കയറ്റങ്ങളാണ്. നമ്മൾ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്തത് 3 മണിക്കാണ് മെയിൻ പാത്തിലോട്ട് കയറിയത്. ഇനിയും പോകാനുണ്ട്, നമ്മൾ എങ്ങും ആയിട്ടില്ല. ഇഷ്ടം പോലെ പോകാനുണ്ട്. നമുക്ക് നോക്കാം വേറെ എന്താ അവസ്ഥ. ഓഗസ്റ്റ് മാസം അയക്കുന്നതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ പ്രാണികളുണ്ട്, ഈ ഈയൽ പോലത്തെ ചെറിയ ഫ്ലൈസ്, ഉറുമ്പിന് ചിറക് വെച്ച പോലെ സാധനങ്ങൾ. ഇവിടെ അതിനെ മിഡ്ജസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ക്യാമ്പ് ചെയ്യുമ്പോഴേക്കും മിഡ്ജസിൻ്റെ പ്രശ്നം ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഈ പുല്ലും ഇതുള്ള സ്ഥലത്ത് ഈ പ്രാണികൾ മൊത്തം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്തല്ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ തന്നെ ഈ സാധനം എല്ലാം വന്ന് തലയുടെ ചുറ്റും കിടന്ന് പൊതിയും. കൃപയ്ക്ക് ഇഷ്ടമാണോ മിഡ്ജസ്? എൻ്റെ അമ്മേ പിന്നെ ഇഷ്ടമാണല്ലോ, എന്റെ കുഞ്ഞമ്മയുടെ മോനാണല്ലോ. എനിക്ക് ഒന്നാമത് എനിക്ക് ജീവികളെ ഇഷ്ടമല്ല, അതിന്റെ ഇടയിൽ ഈ മിഡ്ജസിനെ എനിക്ക് കാരണം ഇത് മുഖത്തും മൂക്കിലൊക്കെ പോകും. ചിലപ്പോ ചിലത് കടിച്ചു കഴിയുവാണെങ്കിൽ ഒരു റാഷസ് പോലെ ചെറിയ ചെറിയ ഇത് വരും, കൊതുക് കടിക്കുന്ന പോലെ. സമ്മറിലുള്ള ആകെ ഒരു ബുദ്ധിമുട്ട് ഇതാണ്. ഈ ബ്ലങ്കാത്ര സമ്മിറ്റിന്റെ താഴെ തന്നെയായിട്ട് ചെറിയൊരു ടാണുണ്ട്. അതിന്റെ പേര് സ്കെയിൽസ് ടാണോ അങ്ങനെ എന്താണ്ട് ഒരു ടാണാണ്. അപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ക്യാമ്പ് ചെയ്തതിന് ശേഷം ബ്ലങ്കാത്ര സബ്മിറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇവിടുത്തെ മിക്ക വഴികളും ഇതുപോലെ ഇത്തിരി റിസ്ക് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഷൂസും ഇതൊക്കെ ഇല്ലെന്നാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. മിഡ്ജസ് ഇതാണ് വിഷയം. മിഡ്ജസ് വരും മൊത്തം. അപ്പോൾ നമ്മൾ ബഗ്നെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വല്ലാണ്ട് വിഷയമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് ഇടുന്നതായിരിക്കും. ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ട് മാറ്റി. ഞങ്ങൾ ഓർത്തു ഇപ്പോൾ ആ പറഞ്ഞ ടാൻ്റെ അവിടെ ഈ പറഞ്ഞ പോലെ മിഡ്ജസ് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ക്യാമ്പ് ചെയ്തതിന് ശേഷം പിന്നീട് അത് പാക്ക് ചെയ്ത് മേളിൽ കയറി ക്യാമ്പ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു ഡീവിയേഷൻ എടുത്തിട്ട് സമ്മിറ്റിലോട്ട് നേരെ കയറിയിട്ട് സമ്മിറ്റ് അടിച്ചതിന് ശേഷം മേളിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഏതെങ്കിലും സ്പോട്ട് നോക്കണം. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ രാത്രി കാറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെൻ്റ് അത്രയും കോമ്പാക്റ്റബിൾ അല്ല. വേഗം പറന്ന് താഴത്തെത്താം. അവിടെ നിന്ന് നല്ലൊരു കുത്തനുള്ളൊരു എലിവേഷനായിരുന്നു. ചെറിയൊരു കാർമേഘമൊക്കെ കയറി വരാൻ തുടങ്ങുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് കയറി സ്കെയിൽസ് ഫെൽ എന്ന് പറഞ്ഞൊരു പോയിന്റിനകത്തിരിക്കുന്നത്. ഈച്ചകളുടെ ശല്യം നല്ലോണം കൂടുന്നുണ്ട്. കൃപ ബക്നെറ്റൊക്കെ ഇട്ടത് ഇതിൻ്റെ വെള്ളത്തൊക്കെ കാണാം പറന്നിരിക്കുന്നത്. പിന്നെ ആ സൈഡിൽ നിന്ന് മഴ പെയ്ത് വരുന്ന പോലെയുണ്ട്.
നല്ലൊരു തണുത്ത കാറ്റൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനിയും പോകാനുണ്ട്. സമ്മിറ്റ് അവിടെ ആയിട്ടാണ്. അവിടുന്ന് സിക്സാക്ക് പോലെ ഇങ്ങനെ വഴി മുകളിലോട്ടുണ്ട്. ഈ ഒരു മലയും കൂടെ കയറി അതിൻ്റെ അപ്പുറത്തായിട്ടായിരിക്കും ആ ടാണുള്ളത്, വെള്ളം കെട്ടി കിടക്കുന്ന പോലത്തെ ആ ഒരു ഇതുള്ളത്. പക്ഷേ ഇത്രയും മിഡ്ജസ് ഉള്ള സ്ഥിതിക്ക് അവിടെ എന്തായാലും നല്ല മിഡ്ജസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും മുകളിലോട്ട് കയറണം. നമുക്ക് സമയമുണ്ട്. മഴ വന്നാലും വിഷയം ഉണ്ടാവില്ലായിരിക്കും. നമ്മുടെ ഈ ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്, സെറ്റായിരിക്കും. കൃപ ക്ഷീണിച്ചു. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും സമ്മിറ്റ് അടിച്ചിട്ടേ ഉള്ളൂ ബാക്കി. അയ്യോ എന്തോ ജീവനെ പോലെ ഉണ്ടല്ലേ. ഹിൽസ് ഫെൽ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മളിപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രണ്ട് സൈഡിലും അപാരമായ വ്യൂകളാണ്. ഈ ഒരു സൈഡിനകത്ത് ഇങ്ങനത്തെ മലകൾ, ഈ ഒരു സൈഡിനകത്തായിട്ടൊരു പെർപ്പിൾ കളറിനകത്തുള്ള, ഇത് ക്യാമറയ്ക്കകത്ത് ആ പെർപ്പിൾ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഫുൾ പെർപ്പിൾ, അത് തന്നെ ഒരു ലാവൻഡർ കളർ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പടർന്ന് കിടക്കും ആ ഒരു ഇതിനകത്ത്. പണിപാളി, മഴ പെയ്തു. ഞങ്ങളപ്പോൾ ബാഗ് കവർ ചെയ്ത് ജാക്കറ്റ് ഇട്ടു, ഫുൾ സെറ്റ്. യെസ്. മഴയായപ്പോഴേക്കും ഇതിൻ്റെ ഡേഞ്ചർ സാധ്യത കൂടിയിട്ടുണ്ട്. കാരണം വഴി മൊത്തം തെന്നാനായിട്ട് തുടങ്ങും. രാത്രി ഒന്നും മഴ കാണിക്കുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഓ മൈ ഗോഡ്, അത് നോക്കിയേ, അതാണ് സ്കെയിൽ സ്റ്റോൺ. കാണാൻ പറ്റുമെന്നല്ല, ഞാൻ കാണിച്ചു തരാം. എന്നൊക്കെ ഇവിടെ നിന്നിട്ട് തന്നെ പേടിയാവുന്നത്. ഷിറ്റ്, എൻ്റെ ദൈവമേ. ഇത് ഷാർപ്പ് എഡ്ജ് അല്ല, ഷാർപ്പ് എഡ്ജ് ആ സൈഡിൽ കാണുന്നതാണ്. അത് ഇതിനേലും ക്രൂരമാണത്, വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഈ വെതറിനകത്ത് എന്തായാലും മോസ്റ്റ്ലി നമ്മൾ ഇന്നിത് ചെയ്യുന്നുണ്ടായിരിക്കില്ല. എന്തേ എൻ്റെ വേദന നീ കണ്ടന്റ് ആക്കിയാലുണ്ടല്ലോ, എനിക്ക് വയ്യ. എൻ്റെ കാലൊക്കെ വേദന എടുക്കുന്നു, എൻ്റെ തോളൊക്കെ വേദന എടുക്കുന്നു. കുറച്ചും കൂടെ ഉള്ളൂ. അതല്ലേ, അതല്ല ഇതാണ്. അതാണോ? ആ അതല്ല, അത് താഴത്തോട്ടുള്ള വഴിയാ, വേറെ വഴി. കോടയൊക്കെ കയറാൻ തുടങ്ങി. മെല്ലെ കയറിയാൽ മതി, മെല്ലെ. കുഞ്ഞു കുഞ്ഞു പടികൾ, കൊച്ചു കൊച്ചു പടികൾ. ഇരുന്നിട്ട് പോണോ? ബുദ്ധിമുട്ട്. ഞാൻ ബഗ്നറ്റ് എടുക്കട്ടെ. വാട്ട് ഈസ് ദിസ്? നോ നോ വേ. വായോ, ഇരിക്കണോ? കുറച്ചും കൂടെ കയറിയിട്ടിരിക്കാം. ഇതാണോ വഴി? അപ്പോൾ യെസ്. ഇതാണ് ആ സിക്സാക്ക് വഴി. മാപ്പിനകത്തൊരു സിക്സാക്ക് വഴി ഉണ്ടായിരുന്നു. മഴ മാറിയപ്പോൾ തന്നെ കുറച്ച് ആശ്വാസമുണ്ട്. കാര്യമായിട്ടുള്ള തണുപ്പൊന്നുമില്ല അല്ലേ? തണുപ്പൊന്നുമില്ല. അപ്പോൾ ഇത്രയും കയറി വന്നിരിക്കുന്നുണ്ട്, ബോഡി നല്ല ഹീറ്റായിട്ടിരിക്കും. അപ്പോൾ ചെറിയൊരു തണുത്ത കാറ്റടിക്കുമ്പോഴേക്കും ഒരാശ്വാസം, നല്ലൊരു ബ്ലിസ്. അപ്പോൾ ആ കോട വന്നതെല്ലാം ക്ലിയറായി, ഫുള്ള് ഓപ്പണായി. കോടയിൽ ആ സൈഡിലോട്ടായിട്ടുണ്ട്, നേരെ ബാക്കിനകത്ത് ക്ലൗഡായി. യെസ്, ബാക്കിൽ ക്ലൗഡി ആവുന്നുണ്ട്. വീണ്ടും നമുക്ക് മെല്ലെ കയറിയാൽ മതി. 8 മണി 9 മണി വരെ വെളിച്ചമുണ്ട്. മെല്ലെ പയ്യെ 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 പോകാം.
സൈഡ് ഫുള്ള് കോടയായി. നേരെ അങ്ങോട്ട് മേഘം ഇറങ്ങി വരുന്ന പോലെയുണ്ട്. സ്കെയിൽസ് ഇപ്പോൾ കാണാനേ പറ്റുള്ളൂ. ഈ ബാക്കിലായിട്ടാണ് സ്കെയിൽസ് ഓടിൻ തീ കത്തിക്കുമ്പോഴാ പുക വരുന്നത് കോടയായിട്ട്. പിച്ചുമ്പയൊക്കെ പറയുന്നത് അത് കണ്ണിലിരുട്ടൊക്കെ കുറച്ചും കൂടെ ഉള്ളു. മെല്ലെ മെല്ലെ പയ്യെ പയ്യെ. തൊണ്ടയിലെ വെള്ളം പറ്റി. നമ്മൾ ഫൈനലി മേളിലെത്തി. ബ്ലൻകാത്ര സമ്മിറ്റിലോട്ട് എത്തിയിട്ടില്ല. സമ്മിറ്റ് സ്റ്റോൺ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ. കാരണം ഞാൻ വീഡിയോസിനകത്ത് സമ്മിറ്റ് സ്റ്റോൺ കണ്ടില്ല. ഒരു റിങ് പോലത്തെ ഒരു സാധനമുണ്ട്. സ്റ്റോൺ കണ്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം, മുകളിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്താണ്. ആ സൈഡൊക്കെ മേഘം മൂടി കിടക്കും. കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആവുമായിരിക്കും കുറച്ചും കൂടെ. കുറേ കുഞ്ഞു കുരുവികൾ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട്. ഇത് സമ്മിറ്റ് എത്തുമ്പോഴേക്കുള്ള മറ്റേ വെൽക്കമിങ് ആയിരിക്കും ചിലപ്പോൾ. ഹാരി പോട്ടറിലൊക്കെ കാണൂലേ. ഷിറ്റ്. ഇവിടെ കോടയും കിളികളും. എന്താ വരവേൽപ്പ്. ഷിറ്റ്. ഈ സൈഡിൽ നിന്ന് കോട അടിച്ച് കയറാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളുള്ളത് ബ്ലൻകാത്രയുടെ സമ്മിറ്റിനകത്താണ്. ഇത് ഓൾമോസ്റ്റ് 870 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ. ഇത് ലേക്ക് ഡിസ്ട്രിക്റ്റിലെ തന്നെ 14ാമത്തെ ഹയസ്റ്റ് മൗണ്ടൻ ആണ്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല കോട എല്ലാം കയറി മൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡിനകത്തായിട്ടാണ് സൺസെറ്റ്. ടെൻറ്റ് സെറ്റ് ചെയ്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും ആ കോട മാറി ഇപ്പം മഴയാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള കാറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കാറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെൻറ്റ് എത്രത്തോളം കോമ്പാക്റ്റബിൾ ആണെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഇത്രയും ഹൈറ്റിലും കൂടെ അയക്കുന്നുണ്ട്. നമ്മൾ ഒരു താഴ്ന്നൊരു എത്ര ഹൈറ്റിനകത്ത് ബ്ലൻകാത്രയുടെ തൊട്ട് താഴത്തായിട്ട് ഒരു താഴ്ന്ന സ്ഥലം. അപ്പോൾ കാറ്റ് ഇങ്ങനെ അടിച്ച് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നൈറ്റ് ഞാൻ വെതർ നോക്കിയപ്പോൾ അങ്ങനെ വലിയ വിൻഡിൻ്റെ ഇതൊന്നും വന്നില്ല. പിന്നെ UK വെതർ അയക്കുന്നുണ്ട് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ഇവിടെ റേഞ്ച് നോക്കാനായിട്ട് നമുക്ക് വെതർ നോക്കാനായിട്ട് നമുക്ക് റേഞ്ച് ഇല്ല ഫോണിനകത്ത്. സോ നമ്മൾ കുറച്ച് നേരം കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് എന്താ അവസ്ഥ എന്ന് നോക്കാം. മൂടായി ഗൈസ്. ഓ ടെൻ്റൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ടെൻറ്റ്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസ് ആണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് തൊട്ട് ബാക്കി തന്നെ മൂണുണ്ട്. അതാണ് സ്കെയിൽ സ്റ്റാൻഡ് വരുന്നത്. എന്ത് ഭംഗിയല്ലേ. അഞ്ചേ 45-നായിരുന്നല്ലേ സൺറൈസ്? സൺറൈസ് 5:45 ഞാൻ 5 മണിക്ക് അലാറം വെച്ചിട്ട് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നതാ. പിന്നെ എന്തോ ഭാഗ്യത്തിന് അടിച്ചതാ അത്. അതുകൊണ്ട് കിട്ടി. ഞങ്ങള് വിചാരിച്ച കാരണം രാത്രിയും വൈകുന്നേരം ഒക്കെ ഫുള്ള് കോടയായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ ഫുൾ കോടയായിരിക്കുന്നു, മൂടി കിടക്കുമായിരിക്കുന്നു. പക്ഷെ 5:45 തുറന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ ഒരു ചെറിയൊരാൾ വന്ന് ഒളിഞ്ഞു നോക്കുന്നു. പക്ഷെ ഞങ്ങൾ ഇത്രയും അടിപൊളി സൺറൈസ് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. കാരണം ഇന്നലെ രാത്രി അത്രയും കോടയും മഴ അയക്കുന്നതുകൊണ്ട് ഞങ്ങൾ പുറത്തിരുന്ന് ഫുഡ് ഉണ്ടാക്കാന്ന് ഓർത്തിട്ട് അത് നടന്നില്ല. ഞങ്ങൾ എന്നിട്ട് ഉള്ളിലിരുന്ന ഫുഡ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇപ്പം രാവിലെ ചുമ്മാ പുറത്തോട്ട് തലയിട്ട് നോക്കിയപ്പോൾ ബാക്കിൽ ആ ലൈറ്റ് ചെയ്തു. അപ്പം തന്നെ സൂര്യൻ പൊട്ടി. ഞങ്ങളിപ്പോൾ ടെൻറ്റിൻ്റെ അവിടെ നിന്ന് ഞങ്ങളുടെ ടെൻറ്റ് അവിടെയാണ്. അവിടെ നിന്ന് കുറച്ചിങ്ങ് മുകളിലോട്ടൊന്ന് കയറി ഒരു കുറച്ചും കൂടെ ബെറ്റർ വ്യൂവിന് വേണ്ടിയിട്ട്. നമുക്ക് ദൈവം സഹായിച്ച ഭാഗ്യത്തിന് ഇന്നലെ വലിയ കാറ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇത്രയും ഹൈറ്റിനകത്ത് അയക്കുന്നതുകൊണ്ട് വെതർ എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെതർ നോക്കിയിട്ട് വരിക. കാരണം എന്ന് വെച്ചാൽ ബ്ലങ്കാത്രയുടെ മാത്രമായിട്ട് വെതർ നമുക്ക് കിട്ടൂല, കെസ്വിക് ടൗണിൻ്റെ വെതറാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എപ്പോൾ വേണമെങ്കിലും മുകളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. സോ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ടെൻ്റ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും, ആ ചാൻസസ് എടുക്കേണ്ടി വരില്ല. ബട്ട് വർത്ത് ആയിരിക്കും. എവറി സ്റ്റെപ്പ് വിൽ ബി വർത്ത്. നമ്മളിപ്പോൾ കുറച്ചു നേരം കൂടെ ഇവിടെ ഒന്ന് ചില്ല് ചെയ്തിട്ട് നമ്മൾ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ടെൻറ്റ് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തോട്ട് ഇറങ്ങുന്നതായിരിക്കും. യെസ്, നമുക്ക് നോക്കാം. സോ യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി പിച്ച് ഔട്ട് ചെയ്തു. നമ്മുടെ ടെൻറ്റ് കിടന്നിടത്ത് ഇപ്പോൾ ഒരു പൂട പോലും ഇല്ല. ഇപ്പം എപ്പോഴും പറയാറുള്ളത് പോലെ ലീവ് നോ ട്രേസ്. ആ സൈഡിലേക്കാണ് ഷാർപ്പ് എഡ്ജ്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ടില്ലേ. അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം, ജസ്റ്റ് പോയി നോക്കാം. എന്നിട്ട് കയറാൻ പറ്റുമെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ നമുക്ക് ആ സൈഡിലുള്ള ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി. ഇന്നലെ മഴയും കൂടി പെയ്തുകൊണ്ടേ റിസ്ക് ആയിരിക്കും മോസ്റ്റ്ലി. സോ നമ്മൾ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. എന്തായാലും നമുക്ക് കിട്ടാനുള്ളത് കിട്ടി. അതെ, നമുക്ക് പോയി നോക്കാം. ഈ നല്ല രസമുണ്ടല്ലേ, ഇത് ചെറിയൊരു, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, കുളം. യെസ്, നമ്മളങ്ങനെ പിച്ച് ഔട്ട് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. നമ്മൾ ഷാർപ്പ് എഡ്ജിൻ്റെ സൈഡിലോട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിലെ ഇറങ്ങാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കണം. ഷാർപ്പ് എഡ്ജ് അവിടെ നിന്ന് അത്രയും റിസ്ക് അല്ലെന്നാണെങ്കിൽ നമ്മൾ നോക്കും. ഇല്ലെന്നാണെങ്കിൽ വേറെ വഴിയില്ലെന്നാണെങ്കിൽ തിരിച്ചു വന്ന് ഇറങ്ങേണ്ടി വരും. പക്ഷെ ഇവിടെ ഇവിടെയും വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അതും കൂടെ കണ്ടിട്ട് പോവാം.
Holy shit. ഇതാണ് ഷാർപ്പ് എഡ്ജ്. ഗൈസ്, ഇതാണ് ഷാർപ്പ് എഡ്ജിലോട്ടുള്ള വഴി. എന്തായാലും നമ്മൾ ഇറങ്ങുന്നില്ല ഇന്ന് ഈ വഴി. കണ്ടിട്ട് തന്നെ തല ഇറങ്ങുന്നു. ഇത് 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 വിഷയമാണ്, വിഷയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെല്ലെ മുകളിലോട്ട് കയറുന്നു. അതാണ്, ട്രൈ ചെയ്താലും അടിപൊളിയായിരിക്കും സ്ക്രാമ്പിള്. അത്രയും എന്താ പറയുക, അത്രയും ധൈര്യമുള്ളവർക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇന്നെന്തായാലും നമ്മൾ ചെയ്യല, പക്ഷെ ഒരു ദിവസം നമ്മൾ ഈ ബാഗൊന്നും ഇല്ലാതെ വരാം. ഈ വലിയതൊക്കെ ചുമന്ന് കയറാൻ ടാസ്ക് ആണേ. പക്ഷെ പിന്നെ ഒരു ദിവസം വരും. ഇത് കില്ലറാണ്. ഇവിടെ നിന്ന് കുത്തനെ വരെ ഇറക്കുന്നത് ഡൈനോസറിന്റെ ബാക്ക് പോലെയാണ് അങ്ങ് പോണത്. താഴെ ആ വഴി പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് കാണാൻ പറ്റുമായിരിക്കും, വീഡിയോയിൽ കാണിക്കാം. യെസ്, നമ്മളത് കാരണം മര്യാദക്കുള്ള മനുഷ്യന്മാർക്ക് ഇറങ്ങാൻ പറ്റുന്ന വഴി ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമുക്ക് തിരിച്ച് വീട്ടിൽ ഒറ്റ കഷ്ണമായിട്ട് തന്നെ എത്തണം. ഇൻ വൺ പീസ്. പക്ഷെ ഇവിടുന്ന് വ്യൂ രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഇതിലെ ഇങ്ങനെ ഇറങ്ങി, ഇതിലിങ്ങനെ പോയി, ഇങ്ങനെ ഇറങ്ങി, ഇങ്ങനെ ഇറങ്ങി, ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഈ വഴി പോയി പോകുന്നു. നമ്മൾ ഇന്നലെ വന്നത് ഈ വഴി ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് നേരെ നമ്മൾ സമ്മിറ്റിലോട്ട് പോയി. സമ്മിറ്റ് അവിടെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ താഴത്ത് സ്കെയിൽ ഇവിടെ ഒരു ഷഡ്ഡിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിക്കുന്നു. എവിടെ? ആ, വന്നോണ്ടിരിക്കും. ഞങ്ങളങ്ങനെ താഴത്ത് സ്കെയിൽ സ്റ്റാണിൻ്റെ അടുത്തെത്തി. ഇതാണ് സ്കെയിൽ സ്റ്റാൺ. നമ്മുടെ സ്റ്റിക്കിൾ ട്രാനൊക്കെ പോലെ ഉണ്ട്, പക്ഷേ സ്റ്റിക്കിൾ ട്രാൻ ഭയങ്കര വലുതാണ്. ഇതൊരു ചെറിയ ഒരു ടാണുള്ളൂ. യെസ്, അങ്ങനെ ബ്ലങ്കാത്ര അഡ്വഞ്ചർ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് ഇതുവരെ ചെയ്തേക്കുന്നതിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് വൈൽഡ് ക്യാമ്പിംഗ് എക്സ്പീരിയൻസസ് ആയിരുന്നു. പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് കേട്ടോ. കാരണം കുറേ അടിപൊളി മൊമെന്റ്സ് ഉണ്ടായിരുന്നു, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത. അതെ, സൺറൈസ് ഒന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. മൂടി കിടക്കുന്നു വിചാരിച്ചു. രാവിലെ കറക്റ്റ് ടൈമിനാണ് നമ്മൾ തുറന്നപ്പോൾ സണ്ണ് അങ്ങ് വരുന്നു, സൺസെറ്റും അതെ, നമ്മൾ തുറന്നപ്പോൾ സണ്ണ് പോകുന്നു. യെസ്, അങ്ങനെ എല്ലാം കിട്ടി. ഒരു ഹാപ്പി അഡ്വഞ്ചർ ആയിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ കമൻസിനകത്ത് മെൻഷൻ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.